നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ ഫെബ്രുവരി 10 മുതൽ 18 വരെ നടക്കുന്ന ന്യൂഡൽഹി ലോക പുസ്തകമേള 2024 സൗദി അറേബ്യ വിശിഷ്ടാതിഥിയാകും. കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ആർക്കൈവ്സിന് പുറമെ ഹെറിറ്റേജ് കമ്മീഷൻ, മ്യൂസിക് കമ്മീഷൻ, ഫിലിം കമ്മീഷൻ, പാചക കലാ കമ്മീഷൻ, ഫാഷൻ കമ്മീഷൻ എന്നിവയും സൗദിയിലെ വിവിധ സാംസ്കാരിക മേഖലകളെ പ്രതിനിധീകരിക്കും. സാംസ്കാരിക, കലാപര, സാഹിത്യ, വൈജ്ഞാനിക മേഖലകളിലെ നിരവധി വശങ്ങൾ ഉൾക്കൊള്ളുന്ന സെമിനാറുകളും ഡയലോഗ് സെഷനുകളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളുടെ അവതരണത്തിന് മേളയിലെ പങ്കാളിത്തം സാക്ഷ്യം വഹിക്കും. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ കായികമേള നടത്തി. ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ സന്തോഷ് കേട്ടത്ത്, പ്രസിഡന്റ് വിനേഷ് മോഹൻ, സെക്രട്ടറി രാജീവ് കുമാർ, ട്രഷറർ ജൂഡിൻ ഫെർണാണ്ടസ് എന്നിവർ നേതൃത്വം നൽകി. മിഡിൽ ഈസ്റ്റ് റീജിയന്റെ 13 പ്രവിൻസുകളായ ദുബായ്, അലൈൻ, അബുദാബി, അൽകോബാർ, അജ്മാൻ, ബഹ്റൈൻ, ഫുജൈറ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, റാസൽ ഖൈമ, ഷാർജ, ഉമ്മുൽ ഖുവൈൻ എന്നിവിടങ്ങളിൽ നിന്ന് 500ഓളം കായിക താരങ്ങൾ പങ്കെടുത്തതായി സ്പോർട്സ് മീറ്റ് ജനറൽ കൺവീനർ സിയു മതായി അറിയിച്ചു. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനം വർണ്ണശബളമായ പരിപാടികളോടെ ഇന്ത്യൻ സ്കൂൾ ജലാൽ ആഘോഷിച്ചു. സ്കൂൾ ഗായക സംഘം ഇന്ത്യയുടെയും ഒമാന്റെയും ദേശീയ ഗാനങ്ങൾ ആലപിച്ചു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അക്കാദമിക് കോർഡിനേറ്റർ പ്രീത സന്തോഷ്, ട്രഷറർ സിറാജുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളായി. പ്രധാനാധ്യാപിക സീമ ശ്രീധർ വിദ്യാർത്ഥികൾക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു. തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു കേൾപ്പിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@prevasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ്@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.